രാവിലെ ബറക്കത്തുള്ള സമയമാണ്. കുറേ ഔറാദുകളൊന്നും രാവിലെ ചൊല്ലാൻ പറ്റൂലെങ്കിലും ഒരു ദിക്റെങ്കിലും ചൊല്ലണം എന്നാ നവവി ഇമാം അല്ല അദ്കാറിൽ പറയണം. ഒരു ദിക്റെങ്കിലും, ഒറ്റൊരു ദിക്റെങ്കിലും ചൊല്ലണം. ഒറ്റൊന്നെങ്കിലും ഒരു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി, ഒരു ബിസ്മില്ലാഹില്ലദീ. കാരണം അത്രയും ബറക്കത്തുള്ള സമയമാണ് രാവിലത്തെ സമയം. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദിക്ർ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഹുസ്നുൽ ഖാത്തിമ, ഈമാനോടുള്ള മരണം ഉണ്ടാവും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഹദീസിലുണ്ടല്ലോ, യത്ബഉൽ മയ്യത്ത് സലാസ്, മൂന്നാളാണ് കൂടെ ഉണ്ടാവുക. ഒന്ന് നമ്മളെ സമ്പത്ത്, രണ്ടാമത്തെ നമ്മുടെ കുടുംബം, മൂന്നാമത്തെ അമല്. സമ്പത്തും കുടുംബവും, സമ്പത്ത് വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു പോകും. കുടുംബം ഖബർ വരെ കുറച്ച് ആൾക്കാരെങ്കിലും ആണുങ്ങന്മാരിൽ നിന്ന് കുറച്ചാൾ വരും, അതും തിരിച്ചു പോകും. പിന്നെ നമ്മുടെ അമല് മാത്രമേ ബാക്കിയുണ്ടാവും. ഈ ഹദീസിന് ചെറിയൊരു വിശദീകരണം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുക. വിശദീകരണം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ളാഹ് ഈ ഹദീസിനെ വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഒരു കിതാബ് തന്നെ ഉണ്ട്. അതിൽ നിന്നാണ് ഈ വിശദീകരണം പറയുന്നത്. നമ്മുടെ കൂടെയുള്ള കുടുംബം, അവര് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബർ വരെ വന്നിട്ട് തിരിച്ചു പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും തിരിച്ചു പോകും എന്നല്ല. മറിച്ച് നമ്മൾ സ്വാലിഹീങ്ങളായി വളർത്തിയ മക്കളും ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഖബറിൽ ഉപകാരപ്പെടും. ഇല്ലാത്ത അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖൈറൊന്നും പഠിപ്പിച്ചു കൊടുക്കാത്ത അഹ്ലുകാരാണെങ്കിൽ അവർ തിരിച്ചു പോകും. അവിടെ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട്, മോനെ, നീ മരിച്ചു കഴിഞ്ഞാൽ നീയുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത കൂട്ടുകാരും നാട്ടുകാരും നിന്റെ ഖബർ സ്വർഗ്ഗാക്കാൻ ദ്വാരക്കാണ്. ഖബറും പുറത്ത് വന്നിട്ടും സുംറ സംഘടിപ്പിച്ചിട്ടും ഇബാദത്തൊക്കെ ചെയ്തിട്ട്. എന്നാൽ നിന്റെ അടുത്ത കുടുംബക്കാർ സ്വത്തോഹരി വെക്കുന്ന ഡേറ്റ് കൺഫേം ആക്കുന്ന തിരക്കിലാണ്. ആരാണ് നിനക്ക് ഉപകാരപ്പെടുന്നത് ഖബറിൽ എന്ന് നീ ചിന്തിക്കണം. ഉമ്മമാരെ, അഹ്ലുകാരിൽ ഇൽമിൻ്റെ അഹ്ലുകാരായാലേ ഫലം ഉണ്ടാവുള്ളൂ. കണ്ടിട്ടില്ലേ, ഹനഫി മദ്ഹബിൽ പിൽക്കാലത്ത് വന്ന വലിയ മഹാനാണ് ഇബ്നുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ആ മഹാന് വളരെ വിലപിടിപ്പുള്ള കിതാബൊക്കെ കയ്യിൽ കണ്ടപ്പോൾ കൂട്ടുകാർ, ക്ലാസ്മേറ്റ്സായ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും കിതാബുകൾ സംഘടിപ്പിക്കാൻ പറ്റിയത്? അതിന് പറയുന്ന മറുപടി, എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൻ എത്ര കിതാബും ആവശ്യമുള്ളത് വാങ്ങിക്കോളി, ഉപ്പ കായ് കൊടുത്തോളാം, ഉപ്പ ക്യാഷ് കൊടുത്തോളാം. എൻ്റെ വാപ്പച്ചി വാങ്ങിത്തന്നാണ്. വാപ്പാക്ക് ഞാനൊരു ആലിമായി കിട്ടാൻ അത്രമേൽ പൂതിയുണ്ട്. അതന്നെ കാരണം.